SIR-മായി ബന്ധപ്പെട്ട് നിരവധിയായ കാര്യങ്ങളിൽ തികഞ്ഞ ആശയക്കുഴപ്പമാണ് SIR പ്രക്രിയയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും ഇപ്പോൾ നിലനിൽക്കുന്നത്. ജനാധിപത്യത്തിൽ ഒരു പൌരന്റെ വോട്ടവകാശം ഉറപ്പുവരുത്തുന്നതിനാണ് ഭരണകൂടവും ഭരണകൂടത്തിന്റെ ഭാഗമായി ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷനും പ്രവർത്തിക്കേണ്ടത്. എന്നാൽ പലപ്പോഴും വോട്ടർമാരുടെ വോട്ട് ഉൾപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതലായി നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലാണ് പ്രോസസ്സ് പല ജില്ലയിലും അനുഭവപ്പെടുന്നത്. ഒന്നാമത്തത് ഇതിനൊരു യൂണിഫോം സ്വഭാവമില്ല എന്നുള്ളതാണ്. ഓരോ ജില്ലയിലും EROമാരും BLOമാരും പല രൂപത്തിലാണ് ഇതിനെ സമീപിക്കുന്നത്. ഉദാഹരണത്തിന് ഈ SIR-ൽ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന് പറയുന്ന വിഭാഗത്തിൽ 18 ലക്ഷം വോട്ടർമാരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി യഥാർത്ഥത്തിൽ അത് വോട്ടറുടെ തകരാറല്ല, പേരിലെ അക്ഷരത്തെറ്റ്, പേരൻസിന്റെ പേര് മാറിക്കിടക്കുന്നത്, ഇതൊക്കെ ക്ലറിക്കലായിട്ടുള്ള എററാണ്. അത് കറക്റ്റ് ചെയ്യേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. പല ജില്ലയിലും, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ, ഈ മാത്യുവിന്റെയൊക്കെ ജില്ലയിൽ ഈ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസിയിലുള്ള ആളുകളോട് ഹിയറിംഗിന് ഹാജരാകണം എന്ന് BLOമാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് അവരുടെ പ്രശ്നമല്ല, ഡേറ്റ എൻട്രിയിലെ തകരാറാണ്. അത് പരിഹരിക്കേണ്ടത് ഇവിടെയാണ്. 18 ലക്ഷം ആളുകൾ കേരളത്തിൽ ആ വിഭാഗത്തിൽ പെടുന്നുണ്ട്. അപ്പൊ ഇക്കാര്യത്തിൽ ഞങ്ങൾ അദ്ദേഹത്തെ കണ്ട്, CEOയെ കണ്ട്, വോട്ടറുടേതല്ലാതെ ഒരു തെറ്റിലാണ് ഈ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി ലിസ്റ്റിൽ ഇവർ പെട്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് ഹിയറിംഗ് എന്നുള്ളത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല, അത് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. നോ മാപ്പിംഗ് ലിസ്റ്റിലും ഏതാണ്ട് 19.5 ലക്ഷം ആളുകളുണ്ട് കേരളത്തിൽ. ആ 19 ലക്ഷം ആളുകളിൽ ഡോക്യുമെന്റ് യഥാസമയം BLOയ്ക്ക് മുമ്പാകെ സമർപ്പിക്കുന്നവരെ ഫർദർ ഹിയറിംഗിൽ നിന്നും ഒഴിവാക്കണം എന്ന ആവശ്യവും നമ്മൾ വയ്ക്കുകയുണ്ടായി. ആ കാര്യത്തിലും അനുകൂല നടപടി ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കാരണം ഡോക്യുമെന്റ് കൊടുത്താൽ BLOയ്ക്ക് അത് ബോധ്യപ്പെട്ടാൽ പിന്നെ ഒരു ഫർദർ ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് വെറുതെ അയാളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ്. അത് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ബൂത്തുകളുടെ അശാസ്ത്രീയത, 1200 വോട്ടിനപ്പുറം 2 ബൂത്താക്കുന്നു. അപ്പൊ നേരെ പല സ്ഥലത്തും 700 വെച്ചൊരു ബൂത്തും പിന്നെ ബാക്കി വരുന്നത് ചേർത്ത് രണ്ടാമത്തെ ബൂത്തും ഉണ്ടാക്കുമ്പോൾ ഒരു ബൂത്ത്, 8-ാം നമ്പർ ബൂത്തിന്റെ 250 വോട്ട് ഒരു ഭാഗത്ത് കിടക്കാണ്. പിന്നെ അവിടെയുള്ളത് 10-ാം നമ്പർ ബൂത്താണ്. പിന്നെ ആ ബൂത്തിലെ ബാക്കി 350 വോട്ട് കിടക്കുന്നത് ഈ 10-ാം നമ്പർ ബൂത്തിന്റെ അപ്പുറത്താണ്. ഇതൊരു ബൂത്തായി ഒരുമിച്ച് കിടന്നതാണ്. പുതിയതായി 5000 ബൂത്തുകൾ സംസ്ഥാനത്ത് വന്നപ്പോൾ രൂപീകൃതമായ ബൂത്തുകൾ ഭൂമിശാസ്ത്രപരമായ അതിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിലല്ല ഉണ്ടായിട്ടുള്ളത്. അത് പൊളിറ്റിക്കൽ പാർട്ടീസിന് ബുദ്ധിമുട്ടുണ്ടാക്കും ആളുകളെ കണ്ടുപിടിക്കാൻ. ഒരു ബൂത്തിലാണല്ലോ ഒരു പാർട്ടിയുടെ കമ്മിറ്റികളും സംവിധാനവും ഒക്കെ വർക്ക് ചെയ്യുന്നത്. ബൂത്ത് കമ്മിറ്റി ഏത് പാർട്ടിയുടെ ആണെങ്കിലും ഈ ബൂത്ത് കമ്മിറ്റിയിലുള്ള 250 വോട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ബൂത്ത് കമ്മിറ്റിക്കാരൻ 10-ാം നമ്പർ ബൂത്തും കഴിഞ്ഞിട്ടാണ് 8-ാം നമ്പർ ബൂത്തിലെ അടുത്ത ആളുടെ വീട്ടിൽ അഭ്യർത്ഥന കൊടുക്കാൻ പോകേണ്ടത്, സ്ലിപ്പ് കൊടുക്കാൻ പോകേണ്ടത്. അങ്ങനത്തെ പ്രശ്നം വരികയാണ്. ജോഗ്രഫിക്കലായിട്ടുള്ള ഈ ഇഷ്യൂ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പരിശോധിക്കാം, വേണ്ട നിർദ്ദേശം നൽകാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഫോം 6-ൽ പുതിയതായി ന്യൂ എൻറോൾമെന്റിന് ആവശ്യമായ സമയം നൽകണം എന്ന റിക്വസ്റ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. എല്ലാറ്റിനും ഉപരിയായി ഇതിന്റെ ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തണം. ഏതെങ്കിലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ പ്രാദേശിക തലത്തിൽ
അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് ഇത്തരം കാര്യങ്ങളിൽ പക്ഷപാതപരമായി അവർ ഇടപെടുന്നതിന് കാരണമാകുന്നുണ്ടോ, അങ്ങനെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്താനും അവർക്കെതിരായ നടപടി സ്വീകരിക്കാനും അവരുടെ അക്കൌണ്ടബിലിറ്റി ശരിയായ രൂപത്തിൽ ഫിക്സ് ചെയ്യാനും ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നും നിരീക്ഷണമുണ്ടാകണം എന്നും നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. SIRന്റെ കാര്യത്തിൽ വോട്ടർമാരെ പരമാവധി ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമീപനം ഇന്ന് സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. ഒരു യൂണിഫോം സ്വഭാവം ഇക്കാര്യത്തിലെല്ലാം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വളരെ അനുഭാവപൂർവം ഈ കാര്യങ്ങളെ പരിഗണിക്കാം എന്ന മറുപടിയുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ജാഗ്രതയോടുകൂടിയിട്ടുള്ള സമീപനമായിട്ട് ജനാധിപത്യത്തിൽ പൌരന്റെ വോട്ടവകാശത്തെ സംരക്ഷിക്കാനുള്ള ഒരു പോരാട്ടമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി ഈ കാര്യത്തെ കാണുന്നത്. അതുകൊണ്ടാണ് KPCC പ്രസിഡന്റ് എന്നെയും ശ്രീ മാത്യു കുഴൽനാടൻ MLAയും M. വിൻസെന്റ് MLAയും ഞങ്ങള് ഒരു ഡെലിഗേഷനെ തീരുമാനിച്ച് ചുമതലപ്പെടുത്തി ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ശ്രദ്ധയിൽ ഈ ഗൌരവമാർന്ന കാര്യങ്ങളെ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സന്ദർശനം ഉണ്ടായത്.